റൈറ്റ്. ശ്രീ ഷാബു പ്രസാദ്, NIT ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അതെ, അപ്പോൾ അതിൽ തർക്കമില്ല. ശ്രീ ഷാബു പ്രസാദ്, കുറ്റപത്രവും ചാർജ് ചെയ്തിരിക്കുന്നു. NITക്ക് അറിയാത്ത കാര്യമല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതല്ലാതെയും പരാതി ഇവർക്കെതിരെ നേരത്തെ വന്നിട്ടുണ്ട്. ഏതോ ഒരു വിദ്യാർത്ഥി ഷൈജയെ എതിർക്കുന്നവരുടെ കൈയും കാലും വെട്ടിയെടുക്കണം എന്ന തരത്തിലൊരു മെയിൽ അയക്കുന്നു. ഇത് ഈ അധ്യാപിക മറ്റെല്ലാവർക്കും ഫോർവേഡ് ചെയ്തു. അങ്ങനെ അകത്തും ഒരുപാട് പരാതികളുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ ഇവർക്കൊരു സ്ഥാനക്കയറ്റം കൊടുക്കുമ്പോൾ ഈ തരത്തിലൊരു വിവാദമുണ്ടായ ആ വിവാദത്തിനുള്ള ഒരു റിവാർഡാണോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു പൊളിറ്റിക്സ് അതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞാലും അതൊരു അംഗീകരിക്കേണ്ട ഒരു പൊളിറ്റിക്സ് ആണ്. എന്ത് ന്യായമാണ് ആ അധ്യാപികയുടെ സ്ഥാനക്കയറ്റത്തിന് ഉള്ളത്? ഞാൻ ഇതിൻ്റെ അകത്തെ ഈ നിയമപരമായ നൂലാമാലകളെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതിൻ്റെതായ നിയമവിദഗ്ധർ പറയട്ടെ. ഇപ്പം ഗോഡ്സെയെ പ്രകീർത്തിച്ചു എന്നത് ഇവിടെ ഈ നാട്ടിൽ നിയമപരമായി വലിയ കുറ്റമാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഇവിടെ ധാർമ്മികമായ ഒരു പ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ധാർമ്മികമായി അത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് ധാർമ്മികമായി. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അതുപോലെ ഇപ്പം എനിക്ക് വേറെ ചില കാര്യങ്ങളിവിടെ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കാനും. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കോഴിക്കോട്ട് നടത്തിയ ഒരു വലിയ കോൺക്ലേവ് ഉണ്ടായിരുന്നു. ആ കോൺക്ലേവിലേക്ക് അവരുടെ ഒരു പ്രമുഖ അതിഥിയെ ഇവിടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി വലിയ ഗ്ലോറിഫൈ ചെയ്ത് പ്രസംഗിപ്പിച്ചു. വേറെ ആരുമല്ല, രാജീവ് ഗാന്ധി വധക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് 30 വർഷത്തോളം ജയിലിൽ കിടന്ന് ഇറങ്ങിയ പേരറിവാളനെയാണ് ഇവിടെ ഈ കേരളത്തിലേക്ക് മാലയിട്ട് ആനയിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്ന 12 വോൾട്ടിന്റെ 2 ബാറ്ററി മേടിച്ചതാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന രീതിയിൽ വരെ ഈ കേരളത്തിൽ വലിയൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ പബ്ലിക്കായിട്ട് കൊന്ന കേസ്, കൊലയാളിയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കൺമുമ്പിൽ നടന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തെറ്റൊന്നും കാണാൻ കഴിയും. നിയമപരമായിട്ട് അതിൻ്റെ അകത്ത് തെറ്റില്ല. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ഒരാൾക്ക് സ്വീകരണം കൊടുക്കാൻ പാടുണ്ടോ, അതിൻ്റെ അകത്ത് എന്താണ്, അതിൻ്റെ അകത്ത് അത് നൽകുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനെപ്പറ്റി ഉള്ള കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നടന്ന വലിയ വിവാദമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ആ പ്രതി കൊലയാളി കോടതി വിധിച്ചതാണ്. കൊലയാളിയായ കുഞ്ഞനന്തൻ മരിച്ചപ്പം അങ്ങേരുടെ ആ ശവം തിരുവനന്തപുരത്തു നിന്ന് ആഘോഷപൂർവ്വം ഇവിടെ കേരളം മുഴുവനും കാണിച്ചുകൊണ്ട് നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടു നടന്നതാണ്. എന്താണ് അതിൻ്റെ അകത്ത് ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? അതേപോലെ എനിക്കത് മനസ്സിലാവുന്നില്ല ഷാബു പ്രസാദ്. ഇവരൊക്കെ ഗോഡ്സെക്ക് തുല്യമാണ് എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഈ കുറ്റകൃത്യങ്ങളെ, കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ള എല്ലാ കൊലയാളികളെയും ഒരു തട്ടിലാണോ പെടുത്തുന്നത്? ഗോഡ്സെയെ കൊലയാളി തന്നെയാണ്. അല്ല, കൊലയാളികളെ പ്രകീർത്തിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാകുന്നില്ല എല്ലാ കാലത്തും. പക്ഷെ ഗോഡ്സെയെ പ്രകീർത്തിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. ഇതെല്ലാം കൂടെ ഒരു തട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത്? നിയമപരമായി അതിന്റെ നിയമവശമാണ് ഞാൻ പറഞ്ഞല്ലോ. ധാർമ്മികമായി അങ്ങനെ തന്നെയാണ്. ധാർമ്മികമായി ഈ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയെ എത്ര ക്രൂരമായിട്ട് പബ്ലിക്കിന്റെ ഇടയിലിട്ട് കൊന്നു കളഞ്ഞ ഒരു കൊലയാളിയെ മാലയിട്ട് ആനയിച്ച് സ്വീകരിക്കുന്നത് അത് ഇത്ര ലളിതമായിട്ട് ആഭരണക്ക് എങ്ങനെ കാണാൻ കഴിയും? അതും ഈ കേരളത്തില്. അതേപോലെ തന്നെ ആ തട്ടിൽ താങ്കൾ ഗോഡ്സെയെ പറയുമ്പോഴാണ് എനിക്ക് ഞെട്ടൽ ഉണ്ടാകുന്നത്. അത് താങ്കൾ ലാഘവത്തോടെ കാണുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരമായ ഒരു കുറ്റകൃത്യമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധം എന്ന് പറയുന്നത്. അതേപോലെ ഈ ഗോഡ്സെയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മനോരോഗികളെ ഇഷ്ടം പോലെയുണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണാം. ഇവിടെ പലരെയും ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം പരാമർശിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഉണ്ട്. അവരെ ഒക്കെ പിടിക്കുന്നേ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ നിയമപരമായ വശം, നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഇതിന്റെ അകത്ത് എത്രത്തോളം ആ കേസിന് ഗ്രാവിറ്റി ഉണ്ട്? ശരി, നമുക്കത് അതിന്റെ ധാർമ്മികമായിട്ട് എടുക്കാം. നമുക്ക് ആയിക്കോട്ടെ, ഞാനല്ലൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതിന്റെ നിയമപരമായി, ഇതിന്റെ ധാർമ്മികമായി, NITയിലെ പ്രൊഫസറായാലും ശരി, ഒരു സാധാരണക്കാരനായാലും ശരി, കുറ്റകൃത്യം ഒന്ന് തന്നെയാണല്ലോ. ഒരേ കുറ്റകൃത്യം ചെയ്തവരാണല്ലോ.
എന്താ ഞാനതല്ല പറഞ്ഞത്. ഒരേ കുറ്റകൃത്യമാണോ ഇതിനകത്തൊരു രാജ്യദ്രോഹ കുറ്റം, കലാപാഹ്വാനം, രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഈ നേരത്തെ പറഞ്ഞ മറ്റു കൊലയാളികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. 1947 മുൻപ് നടന്ന കാര്യം, അന്നത്തെ ആ ചരിത്രമൊക്കെ തമസ്കരിച്ചുകൊണ്ട് ശ്രീ ഷാബു പ്രസാദ് അങ്ങനെ പറയരുത്. ബാക്കിയെല്ലാം വിടൂ. എല്ലാ കൊലയാളികളെയും ഒരേ കടത്തിൽ പറയരുത്. മുൻ പ്രധാനമന്ത്രിയെ കൊന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ? അതൊരു രാജ്യത്തിൽ കലാപാഹ്വാനം നടത്തിയിട്ടായിരുന്നോ? ഒരു രാജ്യം രണ്ടായി മുറിച്ചുകൊണ്ടായിരുന്നോ? ഹിന്ദു മുസ്ലിം കൂട്ട സംഘർഷം ഉണ്ടാക്കി ആയിരങ്ങൾ 10,000 ജീവനൊടുങ്ങിയിട്ടായിരുന്നോ? രാജീവ് ഗാന്ധിയുടെ വധം കലാപാഹ്വാനമല്ല, ഈ രാജ്യം മുഴുവൻ കലാപം തന്നെയാണ് നടന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? അത്ര ഞാനതാണ് പറഞ്ഞത്. ഈ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുക, കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കളാണ്. താങ്കൾ പറയുന്നത് രാജീവ് ഗാന്ധി വധം പോലെയാണ്, മഹാത്മാഗാന്ധി വധം എന്നാണ്. അപർണ വിളിച്ചിരുത്തി അനാവശ്യം പറയരുത്. ഞാൻ എവിടെയാ ഗ്ലോറിഫൈ ചെയ്തത്? മോശമാണ് ഇത് കേട്ടോ. ഞാനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കൾ പറയുമ്പോൾ അതെനിക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? ഞാനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കൾ പറയുന്നത്. നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചർച്ച കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തി ഇമാതിരി അനാവശ്യം പറയരുത്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ ആണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഏതെങ്കിലും കുറ്റവാളിയെ ഞാൻ ഗ്ലോറിഫൈ ചെയ്തു? ഞാൻ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ ഗ്ലോറിഫൈ ചെയ്യാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. ഇവിടെ പൊതുവെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ രാജ്യത്ത് പതിവാണ്. ഇവിടെ എത്രയോ അതിന്റെ 2-3 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നു, ധാർമ്മികമായി നോക്കുമ്പോൾ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ധാർമ്മികമായി നോക്കുമ്പോൾ ഇത് വലിയ കുറ്റം തന്നെയാണ്, വലിയ കുറ്റകൃത്യം തന്നെയാണിത്. ഇവിടെ പോലീസ് എന്തെടുക്കുകയാണെന്നേ. ഇനി ശരി, നിങ്ങൾ പറയുന്നു ഇവിടെ NIT ചെയ്യുന്നത് ശരിയല്ല, മറ്റേ അത് സംഘി സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന്. ഇത് മഹത്തായ കേരളത്തിലല്ലേ ഇത് നടക്കുന്നത്? പിടിച്ചകത്തിട്. അതിന്റെ എല്ലാ വശങ്ങളും നോക്കി ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി പിടിച്ചകത്തിട്. എന്താ കഴിയില്ലേ? ഇതേപോലെ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലും ഗോഡ്സെ ഭക്തർ ഒരുപാടുണ്ട് ഇവിടെ കേരളത്തില്. ഈ കേരളത്തിലുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ, അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിൽ അതിന് എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ രാജ്യമല്ല, ഈ ലോകം കണ്ടതായ ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് മഹാത്മാഗാന്ധി വധം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കുറ്റകൃത്യം. അവർ ചെയ്തത് ഒരു വ്യക്തിയെയല്ല ഇല്ലാതാക്കിയത്, ഈ രാജ്യത്തിനോട് ചെയ്ത മഹാദ്രോഹമാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ സ്ഥാനക്കയറ്റം നൽകിയത് അത് കേരള പോലീസോ കേരള സർക്കാരോ അല്ല. സ്ഥാനക്കയറ്റം നൽകിയത് NIT ആണ്. അത് മുകളിൽ നിന്ന് വന്ന തീരുമാനമാണ്. ഇതൊന്നും അറിയാത്ത സ്ഥാപനമല്ല NIT. അതിലൊരു രാഷ്ട്രീയമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവരെ തൂക്കിയെടുത്ത് അകത്തിട്ട് റിമാൻഡ് ചെയ്താൽ ഈ സ്ഥാനക്കയറ്റം കൊടുക്കാൻ പറ്റും? അതിന് സ്ഥാനം കൊടുക്കാൻ നിങ്ങളുടെ വാദങ്ങളൊക്കെ ഞാൻ ആര് കൊണ്ട് കേസ് കൊടുത്താലും FIR എടുക്കും. FIR എടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണത്. അവരെടുക്കും. ഈ FIR ഇവിടെ എങ്ങനെ ഈ നാട്ടില് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അനാഥപ്രേതങ്ങളെ പോലെ ലക്ഷക്കണക്കിന് ആർക്ക് വേണത്? എന്നിട്ട് ഇവരിപ്പോ അകത്ത് കിടന്നിരുന്നെങ്കിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുമായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ലേ, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല, റിമാൻഡ് ചെയ്താൽ മാത്രമല്ല. അത് വിട്. സംഘി ഭീകര ഫാസിസ്റ്റ് തേങ്ങാ മാങ്ങാക്കൊലയൊക്കെ ആണല്ലോ. അവരെ വിട്. അവരിൽ നിന്ന് നിങ്ങൾ ന്യായം പ്രതീക്ഷിക്കരുത്. പക്ഷെ നിങ്ങൾ വലിയ നീതിയുടെ അപ്പോസ്തലന്മാരല്ലേ? എവിടെ വായി നോക്കിയിരിക്കുക? എന്തൊരു കൊള്ള നിങ്ങൾ, പിന്നെ എന്തൊരു കൊള്ള നിങ്ങളെ കൊണ്ട്. ശരി, ആ ചോദ്യം ഞാൻ നേരത്തെ ലിജീഷിനോട് ചോദിച്ചാണ്. അതിലേക്ക് വരാം. രാഹുൽ